Abba love and cookie stories. ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് നെയ്ച്ചോറ്, അതുപോലെ തന്നെ ചപ്പാത്തി, പൂരി എന്നിവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഓരോ തരത്തിലുള്ള ഫുഡിൻ്റെ പിന്നിലും ഓരോ തരത്തിലുള്ള കഥകളും ഉണ്ടായിരിക്കും. ഇന്ന് ഞാൻ സൺഡേ ആയത് കാരണമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. സൺഡേ ആയത് കാരണം ഞാനല്ല ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്, എൻ്റെ ബ്രദറാണ്. ബ്രദർ പറഞ്ഞു അവന് ഓരോ സൺഡേ ആയിട്ടുണ്ടെങ്കിലും ഓരോ തരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കണം, ആ ഒരു രീതിയിലുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ചിക്കൻ കിട്ടിയില്ല, അപ്പോൾ ഇന്ന് അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവനുണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതിന് പിന്നിൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അവനുണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു, നീ വീഡിയോ എടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാനാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പിടി മല്ലിയില, 2 സവാള, ഒരു 12 വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് പേസ്റ്റ് കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആദ്യം തന്നെ കാഷ്യൂ നട്ട്സിൻ്റെ ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കാഷ്യൂ നട്ട്സ് പൗഡർ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ സൈഡിൽ കണ്ട് അതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാഷ്യൂ നട്ട്സ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേസമയം തന്നെ എൻ്റെ വൈഫ്, എൻ്റെ പൊണ്ടാട്ടി നന്നായിട്ട് ചിക്കനൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ മസാലക്കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മല്ലിയില കുറച്ച് അധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആ കാഷ്യൂ നട്ട് പേസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് കടയിൽ നിന്ന് തന്നെ ഈ കാഷ്യൂ നട്ട്സിൻ്റെ പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പൊടികളുണ്ടല്ലോ, അത് പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇനി കുറച്ച് കുരുമുളക് പൊടി, 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് സ്പൈസസ്. അപ്പോൾ ഞാൻ നമ്മുടെ ഗരം മസാല നോക്കിയപ്പോൾ അത് കാണാനില്ല. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയില്ലാത്ത യോഗട്ടാണ് ചേർത്ത് കൊടുത്തത്, മിൽക്കി മിസ്റ്റിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗരം മസാല പൗഡർ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു 3 ബേ ലീഫ്, 2 പട്ട, അതുപോലെ തന്നെ 5 ഏലക്ക, 4 ഗ്രാമ്പു, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഈ ഗ്രേവി കൂടി ഒന്നുകൂടി ചേർത്ത് ആ ഒരു രീതിയിൽ ഒന്നുകൂടി അരച്ചെടുത്താണ്. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് കുരു എല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ബ്രദർ കുക്കിങ്ങിന് താല്പര്യപ്പെട്ട് വരുമ്പോൾ അവന് കുക്കിംഗ് ചെയ്യാമെന്നൊക്കെ പറയും ചില സമയത്ത്. എന്നാലും കുക്കിംഗ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ തന്നെ ആവട്ടോ. അപ്പോൾ ഇത് മുഴുവൻ ചെയ്തെടുക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമുക്കൊന്ന് സൈഡിലോട്ടൊരു അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ഐറ്റംസിലോട്ട് ഉപ്പ് പെട്ടെന്ന് തന്നെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വീണ്ടും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചെക്കാക്കിയതിന് ശേഷം വേണം നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ മിക്സാക്കി എടുക്കാനായിട്ട് പോവുകയാണേ. ഈ സമയം പെട്ടെന്ന് തന്നെ ഉണ്ട് അവനെ ഓടി വന്നിട്ടുണ്ട്. ഇതിൽ നെയ്യ് ചേർത്തിട്ടില്ല. അപ്പോൾ നെയ്യ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്യ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ നെയ്യ് ഇതിൽ ചേർത്തപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഈ സ്മെല്ല്, നമ്മുടെ ആ ഒരു ബിരിയാണി മസാല ഒക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ നേരം ഒന്ന് മാറ്റി വെക്കുകയാണേ. അത് കഴിഞ്ഞ് ഞാൻ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ആളിവിടെ എവിടെയും കാണാനില്ല കേട്ടോ. ഞാൻ നേരെ അടുക്കളയിലോട്ട് ചെന്ന് ഞാൻ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഈ സമയത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഓരോന്നായിട്ട് നമ്മുടെ ആ മസാല ഇതിൽ അധികം പരളാത്ത ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ. മസാല കൂടിക്കഴിഞ്ഞാൽ ഇത് അതിൻ്റെ അടിഭാഗത്തോട്ടായിട്ട് പറ്റി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. മസാല അങ്ങനെ ഒന്ന് വാർത്തിയെടുത്ത് ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കണ്ടേ. ഇനി നമുക്ക് ഇത് ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗം നമുക്കൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം, തിരിച്ചിട്ട് കൊടുക്കാം.
നിങ്ങൾക്കിത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ നല്ല ടേസ്റ്റൊക്കെ ആവും കേട്ടോ. ഞാൻ ഇവിടെ ഗ്രില്ല് ചെയ്യണില്ല, ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതി ചെയ്തെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആ ഒരു തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നല്ലൊരു കളറിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടും. ഒരു ഭാഗം നന്നായിട്ടൊരു കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് പിന്നീട് അടുത്ത ഭാഗം വേവിച്ചെടുത്ത് ആ ഒരു രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം, പക്ഷെ മൂടി വെക്കുമ്പോൾ കുറച്ചും കൂടി സമയം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിൽ നിന്ന് ആ ഗ്രേവിയിൽ നിന്ന് വീണ്ടും വെള്ളം ഇറങ്ങി വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ അത് മുഴുവനായിട്ട് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഗ്രേവി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനല്ല ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഗ്രേവി ഒഴിച്ചു കൊടുക്കാൻ അപ്പോഴേക്കും എൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. അവന് ഇത് ഫുള്ള് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത്, അപ്പോൾ ഇതിൻ്റെ ആ സ്മെല്ല് കേട്ടപ്പോൾ മൂപ്പര് ഓടി വന്നതാണ് കേട്ടോ. ഓടി വന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഗ്രേവി ഒഴിക്കാനായപ്പോൾ അതിൻ്റെ ആ സ്മെല്ല് കേട്ടപ്പോഴാണ് മൂപ്പര് ഓടി വന്ന് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ആ ചിക്കന് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നല്ല ഗ്രേവി ആയിട്ടുള്ളൊരു പരുവത്തിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഈ മിക്സിലോട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം ഇതൊന്നുകൂടി വെന്ത് കിട്ടാനുണ്ട്. കാരണം നമ്മൾ ഓണിയനൊക്കെ പച്ചയാണല്ലോ ചേർത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇക്കാക്ക ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കാരണം നമ്മുടെ ഈ ഗ്രേവി ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ടൊന്ന് പെരണ്ട് കിട്ടണം. ചിക്കന് വീണ്ടും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കസൂരി മേത്തി അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ലൊരു സ്മെല്ലാവും കേട്ടോ. അല്ലാതെ നമ്മൾ സാധാരണ പെട്ടെന്ന് തന്നെ അതേ രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രേവിക്ക് അത്ര കണ്ട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചേർക്കുമ്പോൾ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ക്രീം ചേർത്ത് കൊടുത്തിട്ട് അമൂലിൻ്റെ ആണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യണത്. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചേർക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ ക്രീമിൻ്റെ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക. ക്രീം ചേർത്തില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല, ക്രീം ചേർക്കാതെയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ക്രീം ചേർത്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ മിക്സാക്കി എടുക്കുന്നില്ല, സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യാനായിട്ടും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്